മൂന്നാം ഇടത് സർക്കാർ എന്ന അവരുടെ ആശയം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ബജറ്റിൽ എന്ത് മാജിക്കായിരിക്കും ഉള്ളത് എന്ന് തന്നെയായിരിക്കും അതിന്റെ അടിസ്ഥാനം. ശരി ഡാൻ, നിയമസഭയ്ക്ക് മുന്നിൽ അരുണുണ്ട്. അരുൺ, കാവേരിയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ എത്താൻ അധിക സമയം വേണ്ട. ഒരു പക്ഷേ റോഡ് ടു നെക്സ്റ്റ് എന്നൊക്കെയുള്ളത് മാതിരി അടുത്ത സർക്കാരിലേക്കുള്ള ഒരു വഴിയാണ് ഈ ബജറ്റിൽ കിടക്കുന്നത്. മൂന്നാം LDF സർക്കാർ അങ്ങനെ ഒരു ചരിത്രത്തിന് കഴിയുമോ എന്നതിന് വഴിവെക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അതിന് പ്രതിസന്ധികൾ ഒരുപാടുണ്ട് താനും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ഇന്ന് രാവിലെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു മാജിക് എന്താവുമെന്നാണ് അറിയാൻ. ആ മാജിഷ്യൻ എന്തായിരിക്കും വെക്കുക മുന്നിലേക്ക് എന്നതാണ് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഭരണ തുടർച്ച അതാണ് സർക്കാരിന്റെ ഇടതുമുണ്ട് ലക്ഷ്യം. കഴിഞ്ഞ തവണ രണ്ടാം തവണ തുടർച്ചയായി പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. മൂന്നാം തവണയും ഇടത് സർക്കാർ അധികാരത്തിൽ വരണം എന്ന ഉദ്ദേശത്തോട് തന്നെയാണ്, ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വലിയ വിവാദങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അത് മറികടന്ന് വീണ്ടും ഒരു സർക്കാർ, ഇടത് സർക്കാർ, തുടർച്ചയായ സർക്കാർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായി കൂടി അതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം മറ്റൊരു സംസ്ഥാനത്തും അടുത്തൊന്നും ഒരു ഇടത് സർക്കാർ, CPM സർക്കാർ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് CPM നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സർക്കാർ ഇല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് CPM എന്ന ദേശീയ പാർട്ടി എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ്, ലക്ഷ്യത്തിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാൻ പോകുന്നത്, പ്രധാനപ്പെട്ട അവസരം അവർ കാണുന്നത്, ജനങ്ങളെ കൂടെ നിർത്താൻ, ജനങ്ങളുടെ വിശ്വാസം എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമായി തന്നെ സർക്കാർ ഈ ബജറ്റിനെ കാണുന്നുണ്ട്. കാരണം ഈ വർഷം അത്രയധികം പ്രഖ്യാപനങ്ങൾ വന്നില്ലെങ്കിൽ അത് എളുപ്പമാകില്ല. ആ ഒരു സ്വപ്നത്തിലേക്കുള്ള, ഒരു അസാധാരണ സ്വപ്നത്തിലേക്കുള്ള സർക്കാരിന്റെ, മുന്നണിയുടെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ക്ഷേമ ബജറ്റ് തന്നെയാകും ഇതെന്നാണ് ഈ അവസാന നിമിഷവും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, അല്ലെങ്കിൽ ഈ അവസാന നിമിഷവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിമാരോട് സംസാരിക്കുമ്പോഴും ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോഴും ഒക്കെ അത്തരത്തിലൊരു ബജറ്റിലേക്ക് തന്നെയാകാം പോകുന്നത്. ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ ഇവിടേക്ക് വരികയാണ്, നിയമസഭയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ബജറ്റിന്റെ പ്രതീക്ഷകളുണ്ടാകും. ലയണൽ മെസ്സിയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ്. അതിനുള്ള കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. എല്ലാ സ്പോൺസർമാരും നിൽക്കുമോ? അതിനപ്പുറത്തേക്ക് സർക്കാരിൽ നിന്ന് KN ബാലഗോപാൽ കൂടി എന്തെങ്കിലും സഹായം കനിയുമോ എന്ന ചോദ്യമൊക്കെ കായിക മന്ത്രിക്കും ഉണ്ടാകാം. വഖഫ് മന്ത്രി ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം. അത്തരം കാര്യങ്ങൾ ഓരോ മന്ത്രിക്കും ചോദിക്കാനുണ്ടാകും. ഏതായാലും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തണം, എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം. എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന അത്രയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹായം നൽകണമെന്ന വലിയ വെല്ലുവിളി സർക്കാരിന് മുന്നിലുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തുടർ ഭരണത്തിൽ തുടർച്ച തന്നെയാണ്. അതിനുള്ള എന്തെല്ലാം ആയുധങ്ങൾ, എന്തെല്ലാം മന്ത്രങ്ങൾ KN ബാലഗോപാലിന്റെ ബജറ്റിലുണ്ടാകും. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം എത്തിച്ചേർന്നാൽ ഈ ബജറ്റ് പെട്ടി അദ്ദേഹം ഇവിടെ ഉയർത്തിക്കാട്ടും. അതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം. അതാണ് ഈ നിയമസഭയിലെ ഈ ഗേറ്റിൽ സാധാരണ, ഈ വാതിലിൽ സാധാരണ സംഭവിക്കുന്നത്. KM മാണി, അതിനു മുമ്പുള്ള മന്ത്രിമാരുമൊക്കെ ആ രീതിയിൽ ബജറ്റ് ഇവിടെ, ബജറ്റ് അദ്ദേഹത്തിന്റെ ആ ബജറ്റ് ബോക്സ് ഇവിടെ ഉയർത്തിക്കാട്ടിയാണ് അകത്തേക്ക് കടന്നു പോകുന്നത്. ആ പെട്ടിയിൽ എന്ത് എന്നുള്ളത് അറിയാൻ ഇനി മിനിറ്റുകളുടെ മാത്രം, ആ ബജറ്റ് പ്രസംഗത്തിൽ എന്ത് എന്നുള്ളത് അറിയാൻ മിനിറ്റുകളുടെ മാത്രം കാത്തിരിപ്പ്. ഇന്നലെ രാത്രിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗം മുഖ്യമന്ത്രിയെ അതിന്റെ പ്രധാന ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചിരിക്കണം. അതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം. അതിനുശേഷം ഒപ്പം തന്നെ KN ബാലഗോപാൽ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ KN ബാലഗോപാൽ ഇവിടേക്ക് എത്തുകയാണ്. ഇത് ഒരുപക്ഷെ സംസ്ഥാന സാധാരണക്കാർ, ജനങ്ങൾ, അല്ലെങ്കിൽ വ്യവസായ ലോകം മാത്രമല്ല, വലിയ രീതിയിൽ ഇടത് അനുകൂലികൾ, ഇടത് ജനപ്രതിനിധികൾ ഒക്കെ കാത്തിരിക്കുന്നൊരു ബജറ്റാണ്. ഭരണത്തിൽ തുടർച്ചയുണ്ടാക്കാൻ എന്ത് മാജിക്കാണ്, എങ്ങനെ ജനങ്ങളെ ചേർത്തെത്താണ് KN ബാലഗോപാൽ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാകും. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനം, 10 നമ്പർ വാഹനം ഇവിടേക്ക് വരികയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ വാഹനത്തിൽ നിന്നിറങ്ങി ഈ സഭയ്ക്കുള്ളിലേക്ക് കടക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് ഭരണത്തുടർച്ച ഉണ്ടാക്കാനുള്ള മന്ത്രങ്ങളുമായി, തന്ത്രങ്ങളുമായി KN ബാലഗോപാൽ ഇവിടേക്ക് വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ വന്നതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ആ പെട്ടിയുമായി, ഇടത് സർക്കാരിന് വലിയ പ്രതീക്ഷയോടെ കാണുന്ന, വലിയ പ്രതീക്ഷയോടെ കാണുന്ന പ്രഖ്യാപനങ്ങളുമായി KN ബാലഗോപാൽ
നിയമസഭയ്ക്കുള്ളിലേക്ക് വരികയാണ്. അതിന് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് എത്തുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന, അതിനുമപ്പുറത്തേക്ക് ഇടത് പക്ഷം കാത്തിരിക്കുന്ന, ഇടത് മുന്നണി കാത്തിരിക്കുന്ന ബജറ്റ് അവതരണത്തിന് ഇനി 5 മിനിറ്റ് മാത്രമാണ് ബാക്കി. മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും. ക്ഷേമ പദ്ധതികളുണ്ടാകും, ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാകും. വികസനം വിട്ടൊരു കളിക്ക് ഈ രണ്ടാം പിണറായി സർക്കാർ ഇല്ല. ക്ഷേമം ഒരു വശത്ത്, വികസനം മറുവശത്ത്, രണ്ടിനെയും ചേർത്ത് മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യങ്ങൾ, പ്രത്യയശാസ്ത്ര ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകുമോ? പ്രത്യയശാസ്ത്രത്തിന്റെ പതിവ് കാർക്കശ്യങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തില്ല. പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് വികസനം കൂടി മുന്നിൽ കണ്ടുള്ള മുന്നോട്ട് പോക്കാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് കൂടി സഭയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകളിലും വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും മന്ത്രിമാരൊക്കെ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം കൃത്യം 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഈ സർക്കാർ കാലത്തെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ശ്രീജ, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി സമ്മേളന നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാന സമ്പൂർണ്ണ ബജറ്റ്